ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു നല്ലൊരു ഗ്ലോ എഫക്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു തമ്പനയിൽ എങ്ങനെ നമുക്ക് പിക്സൽ ലാബ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിനായിരിക്കും. കാരണം ഇവരായിരിക്കും എങ്ങനെ നല്ലൊരു തമ്പനയിൽ നല്ല രീതിക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ പാടില്ലായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അധികം ആൾക്കാർക്കും അറിയാൻ പാടില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഞാനൊക്കെ ഫസ്റ്റ് യൂട്യൂബിൽ വന്ന സമയത്തൊക്കെ എനിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെ കണ്ടൻസൊക്കെ കണ്ട് അങ്ങനെ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷോട്ട്, ക്യാപ് കട്ട്, അതേപോലെ കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിക്സാർട്ട്, പിക്സൽ ലാബ്, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ഡെയിലി എഡിറ്റ് ചെയ്യുന്നതും പിക്സൽ ലാബിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിക്സൽ ലാബ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. വേണ്ടുന്നവർ പോയി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളാദ്യം പിക്സൽ ലാബ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തമ്പനയിൽ സൈസ് 16:9. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് മോഡ് പിക്സൽ ലാബാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വരുന്നത്. നിങ്ങളുടെ നോർമലായിരിക്കും, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ അത് നോർമൽ പിക്സൽ ലാബായിരിക്കും. അതിൽ എങ്ങനെയാണ് സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ സൈഡിലുള്ള ഈ 3 ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇടും. ഇവിടെ ഇമേജ് സൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കസ്റ്റമറിലുള്ള ഓപ്ഷൻ കാണാം. ഇത് കസ്റ്റമർ ഇപ്പുറമുള്ള എയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് യൂട്യൂബ് തമ്പനയിലാണോ അല്ലെങ്കിൽ യൂട്യൂബ് ബാനറാണോ എന്താണോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബ് തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് തമ്പനയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 16:9 വന്നിട്ടുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, ഇതാണ് നമ്മുടെ റേഷ്യോ. ഇനി നമ്മൾ 16:9 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോഡ് പിക്സൽ ലാബിൻ്റെ ലിങ്ക് എങ്ങനെയാണ് ഈ ഒരു മോഡ് പിക്സൽ ലാബ് കയറ്റുമെന്ന് വേണമെങ്കിലും എന്ന് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിലും അതുപോലെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് അറിയണമെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിക്സൽ ലാബ് മോഡ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമ്മളിത് നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു കമൻറ്റ് വന്നാൽ മതി, നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഈ 4ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കളറിലുള്ള ഓപ്ഷൻ കാണില്ല, ഈ കളർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സിമ്പിൾ കളറാണ്, സിമ്പിൾ കളർ ഉണ്ട്. ഗ്രാഡിയൻ്റ് ആയിട്ട് കളർ ആഡ് ചെയ്യണമെങ്കിൽ ഗ്രാഡിയൻ്റ് ആയിട്ട് കളർ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ആഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത എല്ലാവിധ അസറ്റ്സും നമ്മളൊരു ലിങ്ക് ആക്കിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേണ്ടവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുത്തോ. എന്ന് നിങ്ങൾ വീഡിയോ കണ്ടു. പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുരുഷ മുതലാളി, മദ്യം മദിരാശി, വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ. ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം. ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗിൾ. ആ ശിങ്കാരി മേളത്തിത്തുള്ളു, ആ ചെങ്കതള്ളി പോലെ കണ്ണ്, നടരാജന് നേതിച്ച പുല്ലിത് തഞ്ചാവൂര് മാണിക്കക്കല്ല്. Back in the game, പച്ച പരിഷ്കാരി പുതിയ നെയിം. സിമ്പിളായി ഡ്രസ് ധരിക്കില്ല, ട്രിപ്പാണ് മെയിൻ. 22 ക്യാരറ്റ് ചെയിൻ. പിക്കൊക്കെ ഇൻസ്റ്റയിൽ പൂശുമ്പോ പിള്ളേര് ചോദിക്കും എന്താണ് ചേട്ടന്റെ എയിം. നമ്മള് പള്ളിക്കൂട്ടം തൊട്ടേ പാട്ട വരുമ്പത് പാട്ടും പാട്ടി നടന്നത്ര കാലം. പിന്നെ ബീറ്റ് എടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി, തീ പിടിച്ചെന്റെ മൂട്ടിൽ മിന്നി നേരം കൊണ്ടൊരു മാതിരി. കാറ്റടിച്ചപ്പോ കാട്ടുതീ, കമ്പി തിരിയില്ലാത്തിരി, തീപ്പെട്ടി കൊണ്ട് തീ കൊടുത്താലുല്ലാസ പൂത്തിരി. പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുരുഷ മുതലാളി, മദ്യം മദിരാശി, വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് പരിഷ്കാരി, പച്ച മലയാളി, പട്ടും പൊടവയും വാങ്ങിച്ചു പിടിച്ച കപ്പൽ മുതലാളി. അല്പം തറവാടി, മൊത്തം മറുനാടൻ മണ്ണിന്റെ ചേലിൽ. അത്തറ് പൂശിട്ട് കുപ്പായം കേട്ടിട്ട് അച്ചറം പുച്ചറം തള്ളി മറിച്ചിട്ട് ഉത്തരം മുട്ടുമ്പോ കഞ്ഞനം കാണിച്ച് കപ്പലിൽ കയറിയിട്ട് നാട് കടക്കണ്. ഞാൻ ചത്താലും ചമഞ്ഞ കിടക്കൂ, പത്തായം നിറച്ച് അടങ്ങൂ, പണ്ടപത്രാസം കാണിച്ച് മടങ്ങൂ, ഒരു കൊട്ടാരം പണ്ടിന്റെ ഒടുങ്ങൂ. കണ്ട
മന്ദിരത്തിൽ തുറന്ന് പല വഞ്ചനങ്ങൾ കൊണ്ട് വിരുന്ന് ശരപഞ്ചരം ജയനെ പോലൊന്ന് വിരിഞ്ഞ് നിന്നിട്ട് പതുക്കെ പറഞ്ഞു വീട്ടെടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചെന്റെ മൂട്ടിൽ മിന്നി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പി തിരിയില്ലാത്തിരി തീപ്പട്ടി കൊണ്ട് തീ കൊടുത്താലുല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗിൾ ആ ശിങ്കാരി മേളത്തിത്തുള്ളു ആ ചങ്കതള്ളി പോലെ കണ്ണ് നടരാജന് നേതിച്ച പുല്ലിത് തഞ്ചാവൂര് മാണിക്കക്കല്ല്